الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. صدق الله العظيم. من اشترى ثوبا ب10 دراهم وفيه درهم من حرام لم يقبل الله له صلاة ما دام عليه. قال رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും ഖൈറും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. പടച്ചവന്റെ തീരുമാനങ്ങളും നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്ന നല്ലവരായ സാലിഹ്യങ്ങളിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. പ്രാർത്ഥനയും പ്രവർത്തനവും ഇത് രണ്ടും ഒരുമിച്ച് ശ്രദ്ധയോടുകൂടി ഉണ്ടാകേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ നമുക്കൊരു ഉപദേശം തരികയാണ്. നമ്മളൊക്കെ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആകളുടെ കൂട്ടത്തിൽ പലപ്പോഴായി കേട്ടിട്ടുണ്ടാകും. അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദ് യാ മുബ്ദിഇ യാ മുഈദ് യാ റഹീം യാ വദൂദ് അഗ്നിനാ ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. ആ ദുആയെ കുറിച്ചാണ് ഇന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. ആദ്യമായി അല്ലാഹുവിന്റെ ഗുണവിശേഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പടച്ചവനെ നമ്മൾ വിളിക്കുകയാണ്. യാ ഗനി യാ ഹമീദ് യാ മുബ്ദിഇ യാ മുഈദ് യാ മുഹ്യി യാ മുമീത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചിട്ട് നമ്മൾ പറയാം പടച്ചവനെ ഞങ്ങൾക്ക് നീ ഹലാല് കൊണ്ട് മതിയാക്കി തരണം. അൻ ഹറാമി ഹറാമി ചെയ്യേണ്ടി വരരുത്. നിനക്ക് വഴിപാടാകുന്ന കാര്യങ്ങൾ കൊണ്ട് മതിയാക്കി തരണം. നിനക്ക് തെറ്റ് ചെയ്യേണ്ടി വരരുത്, നിനക്കെതിരായത് ചെയ്യേണ്ടി വരരുത്. പടച്ചോനെ നീ തന്നെ ഔദാര്യം ചെയ്ത് ഞങ്ങൾക്ക് മതി വരുത്തണം, വേറൊരുത്തരെ ആശ്രയിക്കേണ്ടി വരരുത്. ഇങ്ങനെയുള്ള 3-4 വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ദുആ അത് വളരെ പ്രധാനപ്പെട്ട ദുആകളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത ദുആകളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മിലേക്ക് ഹറാമുകൾ വന്നു ചേരരുത്, ഹലാല് മാത്രമാവണം. ഹലാലിന്റെ ഒരു പ്യൂരിറ്റി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ ഒരു മുസ്ലിം വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിരുനബി ഇങ്ങനെ ദുആ ചെയ്തു എന്ന് മാത്രമല്ല, ആ ദുആക്കൊപ്പിച്ച് തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഹലാല് കൊണ്ട് മതിയാക്കി തരണം പടച്ചോനെ എന്ന് ദുആർക്കുന്നതോടൊപ്പം ഹറാമ് ജീവിതത്തിൽ കലരാതെ ഹലാല് കൊണ്ട് മാത്രമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ജാഗ്രത വേണം. അതാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളും ഉപദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 168-ാമത്തെ ആയത്താണ് ഇന്ന് ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. അതില് അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, വിശ്വാസികളെ മാത്രം വിളിച്ചിട്ടല്ല, ജനങ്ങളെ മൊത്തം വിളിച്ചിട്ട് പറയാണ്, ഓ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർദ്, ഭൂമിയിൽ നിന്ന് നിങ്ങൾ കഴിക്കുക, ഹലാലൻ തയ്യിബാ, നല്ല സ്വാദിഷ്ടമായ ഹലാലായത് കഴിക്കുക. അവിഹിതമായിട്ട് സമ്പാദിക്കുന്നത് കഴിക്കുക, അങ്ങനെ അതല്ല, ഹലാലായത് കഴിക്കുക. ഭൂമിയിൽ നിന്ന് നിങ്ങൾ കഴിച്ചത് എന്ത്?
സ്വാദിഷ്ടമായത് ഹലാലായത് കഴിച്ചോ. അതിന് വേറെ അർത്ഥമുള്ളത് സംശുദ്ധമായ ഹലാലായത് കഴിച്ചോ. ശുദ്ധിയുള്ളത്, വൃത്തിയും ശുദ്ധിയും ഉള്ളത് അതായിരിക്കണം. നജസ്സുകൾ കലരാൻ പാടില്ല, അശുദ്ധിയായ സാധനങ്ങളാകാൻ പാടില്ല. അപ്പൊ ശുദ്ധിയുള്ളതും ഹലാലായതുമായത് നിങ്ങൾ കഴിക്കുകയും ഇതിന് വിപരീതമായി പിശാചിന്റെ ദുർബോധനങ്ങൾ ഉണ്ടാകും, അതിന് നിങ്ങൾ വഴിപ്പെടരുത്. ഇന്നഹൂലക്കും പിശാച് നിങ്ങളുടെ പ്രകടമായ ശത്രുവാണ്, ഒരിക്കലും ഒരിക്കൽ വഴിപ്പെടരുത്. നമ്മളെ ഹലാല് കൊണ്ട് മാത്രം ജീവിക്കാൻ നോക്കുമ്പോൾ പിശാച് വന്നിട്ട് നമ്മളെ ദുർബോധനം ചെയ്യും. എന്ത് നോക്കുന്നു, ദുനിയാവിൽ ഇപ്പൊ ജീവിക്കുമ്പോ അങ്ങനെയല്ല നോക്കിയാൽ നടക്കുമോ? ഇപ്പോഴത്തെ കാലം പുതിയ കാലമല്ലേ, ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഹലാല് മാത്രം കിട്ടുന്ന ഒരു കാലമാണോ? എല്ലാം കൂടി കലർന്നിട്ടല്ലേ, അപ്പൊ നമ്മൾ അങ്ങനെ നോക്കിയാൽ നടക്കുമോ? ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ വന്നിട്ട് നമ്മളെ മനസ്സിനോട് അവൻ ചോദ്യം ചെയ്യും. ആര്? പിശാച് വന്നിട്ട് ചോദിക്കും. അപ്പൊ നമുക്ക് തോന്നുന്നു കുറച്ചൊക്കെ അങ്ങനെ കടുപ്പത്തിലൊന്നും നമ്മൾ നോക്കണ്ടില്ല, കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് തോന്നിയിട്ട് നമ്മൾ അതിന് വഴിപ്പെടും. അതാണ് ഖുർആൻ പറയുന്നത്, ജനങ്ങളെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് കഴിക്കുക, ശുദ്ധിയുള്ളതും ഹലാലായതും നിങ്ങൾ കഴിക്കുക, നിങ്ങൾ പിശാചിന്റെ ദുർബോധനത്തിന് അടിമപ്പെടരുത്, വഴിപ്പെടരുത്. അവൻ പ്രകടമായ ശത്രുവാണ്, നിങ്ങളെ കൊണ്ടുപോയി കുണ്ടിൽ ചാടിക്കും എന്നാണ് പറഞ്ഞത്. പിശാച് നിങ്ങളെ കൊണ്ടുപോയി കുണ്ടിൽ ചാടിക്കും, നിങ്ങൾ അതിന് വിട്ടരുത്. ഇസ്ലാമിലെ വളരെ മുഖ്യമായ ഒരു വിഷയമാണ് ഈ ഹലാല് എന്ന് പറയുന്നത്. റബ്ബിലേക്ക് അടിമയെ അടുപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം അതും ഹലാലാണ്. ഹലാലിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യനെ അടുക്കാൻ കഴിയൂ. ഹറാമിനെ അടുക്കാൻ കഴിയില്ല, ഹറാമ് കൊണ്ട് ദൂരത്താകുകയാണ്. അത് ഹലാല് എങ്ങനെ കഴിക്കുന്ന ആഹാരത്തിൽ ഹലാൽ എന്ന് മാത്രമാണോ? നമ്മളിപ്പോ ആയത്തിൽ പറഞ്ഞെന്താ? ഖുർആൻ ആയത്തില് നിങ്ങൾ ഭൂമിയിൽ നിന്ന് കഴിക്കുക, ഹലാല് കഴിക്കുക, അത് തിന്നുന്നത് മാത്രമാണെന്നാണ് വിചാരം. പറഞ്ഞത് അങ്ങനെയാണെങ്കിലും ഉദ്ദേശം എന്തല്ല, തിന്നുന്നത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം എന്താകണം? ഹലാലാകണമെന്നാണ് അതിന്റെ ഉദ്ദേശം. അത് തഫ്സീറുകളൊക്കെ നോക്കിയാൽ കാണാം. റബ്ബിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ഒരു ഘടകം, നമ്മൾ ഹലാല് കൊടുക്കുന്നവര്, ഹലാല് ഉണ്ണുന്നവര്, ഹലാല് ചെയ്യുന്നവര് ഒക്കെ ആകണം. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുള്ളൂ. അംബിയാ മുസ്ലിങ്ങളെയും വിശ്വാസികളെയും ജനങ്ങളെയും ഇങ്ങനെ പ്രത്യേകം വിളിച്ചു പറഞ്ഞ് കൽപ്പിച്ച ഒരു കൽപ്പനയാണ് ഈ കാര്യം. ഖുർആനിൽ നോക്കിയാല് ഇപ്പൊ നേരത്തെ നമ്മൾ ഓതിയ അൽ-ബഖറയുടെ ആയത്തില് ജനങ്ങളെ മൊത്തം വിളിച്ചിട്ട് പറഞ്ഞതാണ്. എല്ലാവരും അവിഹിതമായിട്ടുള്ള സമ്പാദിക്കണമെന്നല്ല തിന്നരുത്, വിഹിതമായിട്ട് നമ്മൾ കഴിക്കുന്നത് ഹലാലായതായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് ജനങ്ങളെ വിളിച്ചു പറഞ്ഞതിന്റെ പുറമെ വേറെയും കാണാം ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ തയ്യിബാതി മാ റസഖനാകും. ഒരായത്തിൽ അങ്ങനെ കാണാം, ഓ മുഅ്മിനീങ്ങളെ, നാം നിങ്ങൾക്ക് പ്രദാനം ചെയ്തതിൽ നിന്ന് അതിലേറ്റവും ശുദ്ധമായ ഹലാലായത് നിങ്ങൾ കഴിക്കണം എന്ന് മുഅ്മിനീങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത്, വേറെ സ്ഥലത്ത് കാണാം, യാ അയ്യുഹർ റസൂലു കുലൂ മിനത് തയ്യിബാത്. ഓ മുർസലീങ്ങളെ, അമ്പിയാ മുർസലീങ്ങളെ വിളിച്ചിട്ട് പറയാണ്, മുർസലീങ്ങളെ നിങ്ങൾ ത്വയ്യിബാത്തിൽ നിന്ന് കഴിക്കണം, ശുദ്ധിയുള്ള ഹലാൽ കഴിക്കണം എന്ന്. അപ്പൊ അമ്പിയാക്കളെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു, മുഅ്മിനീങ്ങളെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു, മറ്റ് ജനങ്ങളെ മൊത്തത്തിൽ പൊതുവെയും വിളിച്ചു പറഞ്ഞു. എന്ത് കഴിക്കാൻ? ഹലാൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ശുദ്ധിയുള്ളതും ഹലാൽ. ഹലാൽ എന്ന് പറഞ്ഞാൽ അവിഹിതമായിട്ട് സമ്പാദിച്ചതാകരുത്, നമുക്ക് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും മാത്രം അത് നമ്മൾ കഴിക്കണം. ഇങ്ങനെ ഹലാൽ കഴിച്ചാലേ നമ്മൾ ദ്വാരക്ക് ഉത്തരം കിട്ടുള്ളൂ. പടച്ചവനോട് വല്ലതും ചോദിച്ചാൽ അത് പടച്ചവൻ തരണ്ടേ. ഉത്തരം കിട്ടണമെങ്കിൽ ഹലാൽ കഴിക്കുന്നവരാകണം, ഹലാൽ ഉപയോഗിക്കുന്നവരാകണം. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പ്, മറ്റ് ഇബാദത്തുകൾ, ഇതൊക്കെ അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ എന്താകണം? ഹലാലിൽ കഴിയുന്ന ആളുകളാകണം. അവർ ഉടുക്കുന്നത്, ഉണ്ണുന്നത് എല്ലാം ഹലാലാവണം. നരകത്തിൽ കടക്കാതെ, നരകം തൊടാതെ സ്വർഗത്തിൽ എത്തണമെങ്കിൽ അത് ഹലാലിൽ മാത്രം ജീവിക്കണം. ഹറാമ് നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിലോ ഉടുക്കുന്ന വസ്ത്രത്തിലോ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിലോ എന്തുണ്ടാകാൻ പാടില്ല, ഹറാം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ
നരകം തൊടേണ്ടി വരും. നരകം തൊടാതെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അതിനും ഹലാല് കൊണ്ട് മതിയാക്കണം. നോക്കൂ, നിങ്ങൾ ഒരു ഹദീസ് ഞാൻ ഓതി കേൾപ്പിച്ചു, അധികാരം അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. ഹദീസ് ഇമാം അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ പറയും, അദ്ദേഹത്തിന്റെ കിതാബിൽ കൊണ്ടുവന്നൊരു ഹദീസ്, മനിസ്തറ സൗബൻ, ഒരാളൊരു വസ്ത്രം വാടിച്ചു, ബിഹസ്റത്തി ദറാഹിമ, 10 ദിർഹം കൊടുത്തിട്ട്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു 10 റുപ്യ കൊടുത്തിട്ട് ഒരു വസ്ത്രം മേടിച്ചു. വഫീഹി ദിർഹമുൻ മിൻ ഹറാം, ആ 10 ദിർഹം കൊടുത്തിടത്തിൽ അതിൽ 1 ദിർഹം ഹറാമാണെന്ന്. 1 ദിർഹം ഹറാമാണെങ്കിൽ, ഇങ്ങനെ ഒരു വസ്ത്രം വാങ്ങിയത് 10 ദിർഹം കൊടുത്തിട്ട് അതിൽ 1 ദിർഹം ഹറാമാണ്, ബാക്കി 9 കറക്റ്റ് പ്യൂരിറ്റി ഉള്ളതാണ്, ഹലാലാണ്. പക്ഷേ എന്നാൽ പോലും ലം യഖ്ബലില്ലാഹു ലഹു സ്വലാത്തൻ, അല്ലാഹു ഓന്റെ ഒരു നിസ്കാരവും സ്വീകരിക്കൂല. മാദാമ അലൈഹി, ഈ 10 റുപ്യക്ക് വാങ്ങിയിട്ട് ഓൻ അണിഞ്ഞ ആ വസ്ത്രം അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാലത്തോളം ഓന്റെ ഒരു നിസ്കാരവും പടത്തും സ്വീകരിക്കൂല എന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന ഹദീസ് ഇമാം അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിന്റെ അടിക്കുറിപ്പിൽ പറയാണ്, ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് പറയാണ്, 10 ദിർഹത്തിന് മേടിച്ച വസ്ത്രത്തിന് കൊടുത്ത 10 ദിർഹത്തിൽ 1 ദിർഹം മാത്രം ഹറാമായിട്ടുള്ള അവസ്ഥയാണ് ഇതെങ്കിൽ, കൊടുത്ത 10 ദിർഹമും ഹറാമാണെങ്കിൽ എന്തായിരിക്കും ഒരവസ്ഥ? ആലോചിച്ചു നോക്കുക. അതിന്റെ കൂടെ നമ്മളൊന്ന് ചേർത്ത് വായിക്കാൻ, ഉടുക്കുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ ഹറാമ് കുടിക്കാൻ എന്തായിരിക്കും അവസ്ഥ? കഴിക്കുന്ന ആഹാരത്തിൽ ഹറാമ് കുടിക്കാൻ എന്തായിരിക്കും അവസ്ഥ? ഉടുക്കുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ ഈ പറയണേ. എങ്ങനെ ഒരല്പം ഹറാമ് കലർന്നാൽ ഓന്റെ ഒരു നിസ്കാരവും പിന്നെ പഠിത്തവും സ്വീകരിക്കൂല എന്ന് പറയുമ്പോ, ഓ കഴിക്കുന്ന ആഹാരത്തിലെ ഹറാമ് കലർന്നാലോ അവന്റെ അവസ്ഥ എന്താ? കുല്ലു ലഹ്മിൻ നബത്ത ബിൽ ഹറാം, അതെ, ഹരിയ്യുൻ ബിന്നാർ, ഈ ഹറാമ് തിന്നിട്ട് വളർന്ന മാംസം അത് നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ അത് സ്വർഗത്തിൽ കിടക്കൂല, അത്ര കടുപ്പാണ്. അപ്പൊ അത് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. തൗറാത്ത് നമ്മളൊക്കെ കേട്ട മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇറക്കി കൊടുത്ത വേദഗ്രന്ഥം, ആ തൗറാത്തിൽ കാണാൻ മല്ലം യുബാലി മിൻ ഐന മതഅമുഹു ലം യുബാലില്ലാഹു മിൻ അയ്യ അബ്വാബിൻ നാരി അദ്ഖലഹു. ചില ആളുകൾക്കൊന്നും എങ്ങനെ സമ്പാദിക്കണം എന്നതിൽ യാതൊരുവിധ കണ്ടീഷൻസും ഇല്ല. സമ്പാദിച്ചാൽ മതി, പൈസ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ ആ ചിന്താഗതി ഒരാൾക്ക് വന്നുപെട്ടാൽ എങ്ങനെയാണ് അവന്റെ ജീവിത മാർഗം കണ്ടെത്തുന്നത് എന്നതിൽ ഒരാൾ കണിശത പുലർത്താതിരുന്നാൽ, ഹറാമ് ഹലാലിൽ കൃത്യത പുലർത്താതിരുന്നാൽ, ലം യുബാലില്ലാഹു മിൻ അയ്യ അബ്വാബിൻ നാരി അദ്ഖല, എന്നാൽ പിന്നെ പടച്ചോനും നരകത്തിന്റെ ഏത് വാതിലും കൂടി ഓനെ കടത്തിയിട്ട് നരകത്തിലിടും എന്ന് പറഞ്ഞാൽ, അവിടെയും പടച്ചോന് ഇവരെന്താക്കും? ഇതേപോലെ നരകത്തിലേക്ക്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ തൗറാത്തിലുള്ള കാര്യമാണ്. ഹലാല് ശ്രദ്ധിക്കാതിരുന്നാൽ ഓർക്ക് നരകത്തിലേക്കുള്ള വഴിയായിരിക്കും. സഹ്ലു ഇബ്നു അബ്ദുല്ലാഹിൽ തുസ്തരി എന്ന മഹാൻ പറയാണ്, ഒരാൾ ഹറാമ് കഴിക്കുകയാണെങ്കിൽ അത് തിന്നാൽ അവന്റെ അവയവങ്ങൾ, ശരീരത്തിന്റെ അവയവങ്ങൾ അള്ളാഹുവിന് വഴിപാട് ചെയ്യാൻ വഴങ്ങൂല. ഹറാമ് കഴിച്ചാൽ. അതേസമയത്ത് ഹലാലാണ് കഴിക്കുന്നതെങ്കിലോ ഒരു അള്ളാഹുവിന് വഴിപാടായ കാര്യങ്ങൾ ചെയ്യാൻ വഴങ്ങും എന്ന് മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ ഒരുപാട് ഹൈറുകൾക്ക് തോന്നിയിട്ടുണ്ട്. കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് സൗഭാഗ്യം കിട്ടും. എങ്ങനെയായാലും ഹലാല് കഴിച്ചാൽ. ഹറാമ് കഴിച്ചാൽ ഈ പറഞ്ഞ പോലെ ശരീരം നല്ലത് ചെയ്യാൻ വഴങ്ങൂല, ഒരു തൗഫീഖും ഒരു നന്മയും കിട്ടൂല. ഇങ്ങനെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കേസാണ് ഈ പറഞ്ഞ ഹലാൽ എന്ന് പറയുന്നത്. അത് പക്ഷേ ബോർഡ് വെച്ചിട്ട് വികാരം കൊള്ളിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ചത്തത് കഴിക്കാൻ പറ്റൂല, പിന്നെ കട്ടുകൊണ്ടൊന്നും തിന്നാൻ പറ്റൂല. നമുക്ക് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതോ നമുക്ക് വിഹിതമായ മാർഗത്തിലൂടെ ലഭിച്ചതോ ആയിട്ടുള്ളത്, അതിന് മൃഗങ്ങളാണെങ്കിൽ അതിന് അറുത്തതാണ് ഭക്ഷിക്കുക. മത്സ്യം മാത്രമാണ് അറക്കേണ്ടതില്ലാത്തത്. മത്സ്യം വെട്ടുകളിൽ വന്ന 2 സാധനങ്ങൾ, 2 ജീവികളെ അറക്കേണ്ടതില്ല. അല്ലാത്ത സാധനങ്ങളൊക്കെ അറുത്തട്ടെ ഭക്ഷിക്കാവൂ എന്നാണ്. അതൊരു മുസ്ലിം അർത്ഥതാവണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഹലാല് ശ്രദ്ധിച്ച് ജീവിക്കണം.
എന്ന് കൽപ്പനയുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ആ കാര്യത്തിൽ കണിശത പുലർത്തുന്നത്. അത് നന്നായിട്ട് വേണം എന്നുള്ളതാണ് മഹാനവർക്ക് തരുന്ന ഉപദേശം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹലാല് കൊണ്ട് മതി വരുത്തണേ അല്ലാഹ്. ഹറാമ് ചെയ്യേണ്ട സ്ഥിതിവിശേഷം വരുത്തല്ലേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിനക്ക് താഴ്ത്ത് ചെയ്ത് ജീവിക്കുന്നവരായി നീ ഞങ്ങളെ മാറ്റിത്തരണേ അല്ലാഹ്. നിനക്ക് തെറ്റ് ചെയ്യുന്നവരാക്കല്ലേ അല്ലാഹ്. പടച്ചവരെ, നിന്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങൾക്ക് ധാരാളം ഐശ്വര്യം നീ നൽകണം റഹ്മാനെ. മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം ഞങ്ങളെ നീ സമ്പന്നരാക്കണേ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.